നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട് 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ അസാധാരണമായി പ്രസരിപ്പിക്കപ്പെടുന്ന ഭയത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വിധിക്ക് മുമ്പ് വരെ അതിജീവിതയ്ക്കായുള്ള പോരാട്ടം കഠിനമായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ അതിജീവിതയ്ക്കെതിരെ പ്രതികൾക്ക് വേണ്ടി യുദ്ധം നയിച്ച പലരും പൊതുമധ്യത്തിൽ വരാൻ മടിച്ചവരായിരുന്നു. അവർ പലപ്പോഴും ഒളിയുദ്ധമാണ് നയിച്ചിരുന്നത്. എന്നാൽ വിധിക്ക് ശേഷം കാര്യങ്ങൾ മാറുകയാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള പോരാട്ടം അതികഠിനമായിരിക്കുമെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വ്യക്തമായി. ഗൂഢാലോചന കേസിൽ വെറുതെ വിട്ട ദിലീപ് അന്തിമ വിധി വന്നു എന്ന പ്രഖ്യാപനത്തോടെ തൻ്റെ എതിരാളിയെ ചൂണ്ടിക്കാണിക്കുകയും പുതിയ പോരാട്ടം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തവണയും പിന്നിൽ അണിനിരക്കുന്നത് വിധിക്ക് മുമ്പുള്ളതുപോലെ തന്നെ പ്രബലർ തന്നെയാണ്. എങ്കിലും വിധിക്ക് ശേഷം ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. പരസ്യമായി തന്നെ തലയിലെ മുണ്ടൊക്കെ മാറ്റിയാണ് പോരാട്ടത്തിന് അവർ പലരും ഇറങ്ങുന്നത് എന്നതാണ്. ഇനിയുള്ള നീതിക്കായുള്ള പോരാട്ടത്തെ തളർത്തുക എന്ന ലക്ഷ്യം അതിലുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം കേൾക്കാം. ആരാണ് UDF കൺവീനർ? UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട UDFന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് പറയാൻ ഒരു മടിയും അദ്ദേഹത്തിനുണ്ടായില്ല. അടൂർ പ്രകാശ് പറഞ്ഞത് ഇങ്ങനെയാണ്. 24 മണിക്കൂർ കഴിയും മുമ്പാണെന്ന് ഓർക്കണം. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കുമുണ്ട്. ദിലീപിന് നീതി ലഭ്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുറേ പോലീസ് ഉണ്ടാക്കിയെടുത്തതാണ് കേസ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. വിധി വന്നപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായം കേട്ടപ്പോൾ ഈ കേസ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു എന്നെനിക്ക് തോന്നി. ഏറ്റവും വിചിത്രമായത് അടൂർ പ്രകാശ് പറഞ്ഞത് അതിജീവിതയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതികരണ ഭാഗമാണ്. നീതി ലഭ്യമാക്കുന്നതിനുള്ള അപ്പീൽ എന്ന സിസ്റ്റത്തെ തന്നെ പരിഹസിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. അപ്പീൽ പോകുന്നതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സർക്കാരിന് വേറെ ജോലിയൊന്നുമില്ലല്ലോ, എന്ത് കിട്ടിയാലും ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കുന്ന സർക്കാരാണ് ഇവിടെ. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ട്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും സർക്കാരും ഉണ്ടാക്കി അതിജീവിതകൾക്ക്, ഈ അതിജീവിതയ്ക്ക് അടക്കം നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ കൺവീനറുടെ വാക്കുകൾ അടൂർ പ്രകാശ് വെറുതെ പറഞ്ഞതല്ല. ഇത്രയും കാലം ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവർ പുറത്തു വന്നു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. ഈ കേസിൽ ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ എന്ന മുന്നറിയിപ്പ് ആ വാക്കുകളിലുണ്ട്. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് തന്നെ നിയമ നടപടി പ്രഖ്യാപിച്ചതോടെ ഇത്തരക്കാർക്ക് വ്യക്തത കൈവന്നു. ദിലീപ് വാദികളായ രാഷ്ട്രീയക്കാരും സിനിമാ പ്രവർത്തകരും ദിലീപിന്റെ വാദം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. പ്രോസിക്യൂഷനും നടിയും അപ്പീൽ പോകും എന്ന വാർത്തകൾ വന്നതോടെ അതിനെ മറികടക്കാൻ പ്രതിരോധവും ഭീതിയും രൂപപ്പെടുത്തുക എന്നതാകാം ലക്ഷ്യം. കീഴ്ക്കോടതി തീരുമാനിച്ച, വിചാരണ കോടതി തീരുമാനിച്ച ഒരു വിധിയോടെ എല്ലാം തീർന്നു എന്നും ഇനി 8ാം പ്രതിയുടെ പ്രത്യാക്രമണത്തിന്റെ കാലമാണ് എന്നും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നുമാണ് ആഹ്വാനങ്ങളുടെ പൊരുൾ. അതിന്റെ ഭാഗമായി മഞ്ജു വാര്യർ അടക്കമുള്ളവർക്കെതിരായി ഗൂഢാലോചനയിൽ അന്വേഷണം വരാൻ പോകുന്നു എന്ന നരേറ്റീവാണ് ദിലീപ് വാദികൾ ഉന്നയിക്കുന്നത്. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ദിലീപിന്റെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് ദിലീപിനെതിരായ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ എന്ന് രഞ്ജി പണിക്കർ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. അടൂർ പ്രകാശ് മുതൽ ഇങ്ങോട്ടുള്ള സകല ദിലീപ് വാദികളുടെയും പ്രതികരണം വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്: ഗൂഢാലോചന ദിലീപിനെതിരായി നടന്നു, അതും അന്വേഷിക്കാനായി വരികയാണ് എന്ന കാര്യം. ഇപ്പോൾ കേസ് വിചാരണ കോടതി വിധി പറഞ്ഞു നിൽക്കുമ്പോൾ സർക്കാർ അപ്പീൽ പോകാനിരിക്കുമ്പോൾ ഭീതിയുടെ അന്തരീക്ഷം വിതറുകയാണ് ചെയ്യുന്നത്. നിയമത്തിൻ്റെ സാധ്യത തേടി പോകുമോ അതിജീവിത എന്നുള്ള മുൻകൂട്ടിയുള്ള നിരീക്ഷണത്തെ മറികടക്കാൻ അവർ ഭീതിയുടെ അന്തരീക്ഷം വിതറി അതിനെ മുടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഗൂഢാലോചന തെളിയിക്കപ്പെടാതെ പോയത് പരിമിതിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. എക്സ് എന്ന യൂട്യൂബ് ചാനലിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള പരിമിതിയും പരാജയവുമാണ് ഇത്തരത്തിലുള്ള കേസുകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതൊരു വസ്തുതയാണ്. ദിലീപ് ഉച്ചസൂര്യനെ പോലെ കത്തിജ്വലിക്കും. 9 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകം അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്നൊക്കെ തട്ടിവിടുന്ന ചിലരുണ്ട്. കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ട ആളുകളാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനതിവിടെ പറയുന്നില്ല. അതിലധികവും ചില BJP-ക്കാരും BJP ചിന്താഗതി ഉള്ളവരും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. അത് ശ്രീജിത്ത് പണിക്കർ മുതൽ TP സെൻകുമാർ മുതൽ ആ ശ്രീലേഖ മുതൽ ഇങ്ങോട്ട് ഒരു നിര തന്നെ ദിലീപിന് വേണ്ടി രംഗത്തെത്തിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം ജയശങ്കർ അങ്ങനെ പറയുന്നത്. ദിലീപിനോട് എതിർപ്പുള്ള മട്ടാഞ്ചേരി മാഫിയ എന്നവർ വിളിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ താല്പര്യാർത്ഥം കെട്ടിച്ചമച്ച കേസാണിത് എന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത കേസിൽ ദിലീപിനെ പ്രതിയാക്കി എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ വ്യാഖ്യാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ വസ്തുത അതല്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം, ദിലീപിനും അറിയാം, കേസ് വിധിച്ച ജഡ്ജിക്കും അറിയാം. ജഡ്ജിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുറ്റം തെളിയിക്കണമെങ്കിൽ തെളിവുകൾ, സാക്ഷികൾ, രേഖകൾ ഒക്കെ വേണം. അതൊക്കെ താരതമ്യേന കുറവായിരുന്നു. ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കോടതി മുറിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ജഡ്ജിയെയും പോലീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ പരിമിതിയാണ്. ഗൂഢാലോചന കേസിൻ്റെ കാര്യം അങ്ങനെയാണ്. സത്യം ജയിച്ചു എന്ന് ദിലീപ് പറയുമ്പോഴും നമുക്കറിയാം സത്യം തോറ്റു എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. ഈ സാഹചര്യം പ്രസക്തമാണ്. സത്യം തോറ്റു എന്ന് കരുതുന്നതിനെ മറികടക്കാൻ നമുക്ക് നിയമത്തിൻ്റെ അടുത്ത നിരവധി സ്റ്റെപ്പുകൾ ബാക്കി കിടക്കുകയാണ്. വിചാരണ കോടതി എന്ന ഒരേ ഒരു സ്റ്റെപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ അതൊരു തടസ്സം ആയിരുന്നു, അതിനെ മറികടന്നു എന്ന് കരുതിയാൽ മതി. ഇനി ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അവിടുത്തെ നെക്സ്റ്റ് ഡിവിഷൻ ബെഞ്ചുകൾ ഒക്കെ കിടക്കുകയാണ്. അത് സാധാരണ ഇവിടെ വിടുന്ന കേസുകളിലെ പ്രതികളെ അവിടെ ശിക്ഷിക്കുന്ന എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിൽ സമീപകാലത്ത് തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ അതിജീവിത നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് മുടക്കാൻ ശ്രമിക്കുന്ന, അതിനെതിരായ തിരിച്ചുള്ള പ്രത്യാക്രമണ വ്യാഖ്യാനത്തോടുകൂടി രംഗത്തിറങ്ങുന്ന സാഹചര്യത്തെ, ഭീതി വിതറുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 2 സൂചനകൾ കൂടി നമ്മൾ പറയാം. ഗൂഢാലോചനയൊന്നുമില്ല, ഈ കേസിലെല്ലാമായി എന്നാണല്ലോ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്ത ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അന്ന് ഹൈക്കോടതി ചോദിച്ചു പൾസർ സുനിക്ക് പിന്നിൽ ആര് എന്നതാണ്. നടി ആക്രമിച്ച കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പൾസർ സുനി ഒന്നിനു പിറകെ ഒന്നായി ജാമ്യ ഹർജികൾ ഫയൽ ചെയ്തിരുന്നു. ആരാണ് ഇയാൾക്ക് പിന്നിൽ എന്ന് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് പോലും അത്ഭുതത്തോടെ ചോദിക്കേണ്ടി വന്നു. ഒരു ജാമ്യ ഹർജി തള്ളി 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫയൽ ചെയ്തതിന് ഇയാൾക്കെതിരെ 25,000 രൂപ പിഴയും അന്ന് ചുമത്തിയിരുന്നു. ഇതിനെല്ലാം സാമ്പത്തിക സഹായവുമായി ആരോ തിരശ്ശീലയ്ക്ക് പിന്നിലുണ്ട് എന്നും കോടതി പറഞ്ഞു. 7 വർഷം ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം 10 തവണയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. 2 തവണ സുപ്രീം കോടതിയെ സമീപിച്ചു. സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണ് ഓരോ തവണയും കോടതിയിലെത്തിയത്. അവസാനം സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. ജയിൽ മോചിതനായപ്പോൾ ഇയാൾക്ക് ജയിലിന് മുന്നിൽ വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത് എന്ന് മാതൃഭൂമിയുടെ പൾസർ സുനിയുടെ പിന്നിൽ ആര് എന്ന ചോദ്യം, അതായത് ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വ്യാഖ്യാനം. ആ ചോദ്യത്തിൻ്റെ സംശയമുനയിലേക്ക് നീളുന്ന ചോദ്യം മാതൃഭൂമി വാർത്തയിൽ ചോദിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്നലെ പൾസർ സുനി ജയിലിൽ വന്നിറങ്ങിയ വില കൂടിയ ആഡംബര കാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വരുന്നത്. പിന്നീട് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പോയത് പോലീസ് വണ്ടിയിൽ ജയിലിലേക്കാണെങ്കിലും അദ്ദേഹം വന്നിറങ്ങിയത് ജാമ്യത്തിലായിരുന്നല്ലോ, വന്ന് വിധി കേൾക്കാൻ വന്നിറങ്ങിയ ആഡംബര കാറിൻ്റെ വാർത്തയും നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഈ സാഹചര്യത്തിൽ മാതൃഭൂമിയുടെ ഒരു മുഖപ്രസംഗത്തിലെ, ഇന്ന് മിക്ക പത്രങ്ങളും മുഖപ്രസംഗം എഴുതിയിട്ട്, മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. ദിലീപും 1-ാം പ്രതി പൾസർ സുനിയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നടി ആക്രമിച്ചതെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുകയും അത് തെളിയിക്കുന്നതിന് രേഖകളും മറ്റും ഹാജരാക്കുകയും ചെയ്തതാണ്. അത് അംഗീകരിക്കാൻ കോടതി വിസമ്മതിച്ച നിലയ്ക്ക് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രകൻ ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. കുറ്റകൃത്യത്തിന് ആരും പ്രേരണ നൽകിയിട്ടില്ല എന്നും പൾസർ സുനിയും കൂട്ടാളികളും സ്വന്തം നിലയ്ക്ക് ചെയ്തതാണെന്നും ആണോ കരുതേണ്ടത്? 2016 കൊച്ചിയിലെ ഹോട്ടലിൽ ദിലീപുമായി ഗൂഢാലോചന നടത്തിയെന്ന പൾസർ സുനിയുടെ മൊഴിയും അതിന് ഉപോത്ബലകമായ ഹോട്ടൽ ബില്ലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. പിന്നീട് പണം ആവശ്യപ്പെട്ട് സുനി ജയിലിൽ നിന്ന് ദിലീപിനയച്ച കത്തും പ്രോസിക്യൂഷൻ രേഖകളിൽ പെടുന്നു. ഇതൊന്നും മതിയായ തെളിവുകളായി അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകൾ അടക്കമുള്ള തെളിവുകളും പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് കരുതേണ്ടത്. തെളിവുകൾ അപര്യാപ്തം എന്ന വിചാരണ കോടതിയുടെ തീർപ്പ് വസ്തുനിഷ്ഠ ഘടകങ്ങളെ ആശ്രയിച്ചെന്ന് വിശ്വസിക്കുകയും മേൽക്കോടതികളുടെ പരിശോധനയ്ക്കായി കാത്തിരിക്കുകയുമാണ് പൊതുസമൂഹത്തിന് ചെയ്യാതാവുക. പ്രതികൂല സാഹചര്യങ്ങളെ കൂസാതെ നിയമ പോരാട്ടത്തിനിറങ്ങിയ അതിജീവിതയെ വീണ്ടും അഭിവാദ്യം ചെയ്യേണ്ട സന്ദർഭമാണിത്. അവരുടെ ചെറുത്തുനിൽപ്പുകൾക്കൊപ്പം ഇനിയും നിലകൊള്ളുക എന്നതാണ് നീതിബോധം നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പീൽ നൽകും എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ പ്രകടമാകുന്നത് വിചാരണ കോടതി വിധിയിലുള്ള അസന്തുഷ്ടിയാണ്. സംഭവത്തിന് പിന്നിലെ
ഗൂഢാലോചന വെളിച്ചത്ത് വരണം എന്ന് തന്നെ സമൂഹം ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ സ്വന്തം നിലയ്ക്ക് അപ്പീൽ പോകുന്നത് അടക്കമുള്ള തുടർ നടപടികൾക്ക് അതിജീവിത മുന്നോട്ട് വന്നാൽ എല്ലാ പിന്തുണയും നൽകണം. ആ ധീരയോട് നാം എപ്പോഴും ചേർന്ന് നിൽക്കുക എന്നതാണ് മാതൃഭൂമി മുഖപ്രസംഗം പ്രസക്തമായ നിലയിൽ അവതരിപ്പിക്കുന്ന നിരീക്ഷണം. അതിജീവിതയോട് ചേർന്ന് നിൽക്കുക എന്ന്. ഗൂഢാലോചന അതിന്മേലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുക തന്നെയാണ്. വിചാരണ കോടതി കുറ്റക്കാരനല്ല എന്ന് വിധിച്ചതോടെ കേസിലെ ഗൂഢാലോചന പ്രതികളും സംഘവും ഇനിയൊരു വിരൽ ചൂണ്ടപ്പെടാതിരിക്കാനുള്ള ഭീതി വിതയ്ക്കുകയാണ്, തിരിച്ചാക്രമിക്കുകയാണ് തിരിച്ചുള്ള പ്രസ്താവനകളിലൂടെ ചെയ്യുന്നത്. നിയമ നടപടികൾ പൂർത്തിയാകും മുമ്പ് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്നും മഞ്ജു വാര്യരാണ് അത് തുടങ്ങിവെച്ചത് എന്ന സൂചനയും നൽകിക്കൊണ്ട് അതിന് പിന്നിൽ അണിനിരക്കുന്നവർ സൂക്ഷിക്കണം എന്നുള്ള ആഹ്വാനവും സന്ദേശവും നൽകുകയാണ്. അയാളും അയാളുടെ അനുചരന്മാരും അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കേണ്ട സംവിധാനങ്ങളെയും നടിക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരെയും ഇനിയൊരു അപ്പീൽ പോലും സാധ്യമാകാത്ത വിധം സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക എന്നതല്ലാതെ മറ്റെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? മാധ്യമപ്രവർത്തകരിലും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരിലും അതിനുള്ള ഭയം വിതറുക. അപ്പീലുമായി പോകുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസം എതിർ രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസ്താവനകൾ അടക്കം വെച്ച് തകർക്കുക. അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വിധിക്ക് മുമ്പുള്ള പോരാട്ടം കഠിനമായിരുന്നു. എന്നാൽ അതിലും കഠിനമായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. വിധിക്ക് ശേഷമുള്ള ദിലീപിൻ്റെയും അനുയായികളുടെയും നീക്കങ്ങളിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് നമ്മൾ വായിച്ചെടുക്കുക? പരസ്യമായി തന്നെ ഭീഷണികളുടെ സൂചനകൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. കോടതി വളപ്പിൽ നിന്ന് തന്നെ പ്രതിപക്ഷത്തിൻ്റെ കൺവീനർ അടൂർ പ്രകാശ് മുതൽ ഇപ്പോൾ TP സെൻകുമാർ വരെ അണിനിരക്കുന്ന അസാധാരണമായ പ്രതിരോധ കോട്ട നമുക്കിപ്പോൾ കാണാൻ കഴിയും. പക്ഷേ അതിജീവിതയും അവർക്കൊപ്പം നിൽക്കുന്നവരും കേരള മനസാക്ഷിയും അതിലും വലുത് മറികടന്നിട്ടുണ്ട്. ഇതിനെയും മറികടക്കാതിരിക്കുമോ? നന്ദി, നമസ്കാരം.